വചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്കും പങ്കുചേരാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ 44 വരെയുള്ള തിരുവചന ഭാഗം. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. അവർ അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ തിരക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്നറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏതു സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യുവാൻ ഇടം കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ വചനഭാഗം അനുദിന ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ കാലഘട്ടം, നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ആകുലതയുടെയും ഒക്കെ ഒരു കാലഘട്ടമാണെന്നറിയാം. എങ്ങും ഭീതിയാണ്. പലരും എപ്പോഴാണ് ലോകം അവസാനിക്കാൻ പോകുന്നത്, എപ്പോഴാണ് സുനാമി ഉണ്ടാകാൻ പോകുന്നത്, എപ്പോഴാണ് ഉരുൾപൊട്ടൽ സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളുമായിട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടുമൊക്കെ പറയുന്നത്, സംഭവിക്കുവാനിരിക്കുന്ന ഇതിൽ നിന്നെല്ലാം രക്ഷ പ്രാപിക്കുവാൻ സദാ ജാഗരൂകതയോടെ ഒരുക്കമുള്ളവരായിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് മനുഷ്യൻ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ജാഗരൂകതയോടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് തയ്യാറാകുന്നില്ല. ചുറ്റുപാടുകളിൽ പല പ്രശ്നങ്ങൾ ഉയരുമ്പോഴും ഈ പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കാം, എന്നിട്ട് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാമെന്നാണ് മനുഷ്യൻ ഇന്ന് തത്രപ്പാടോടുകൂടി ചോദ്യങ്ങൾ ചോദിച്ചോടുന്നത്. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന മനോഹരമായൊരു പ്രാർത്ഥനയില്ലേ? പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ജീവിതത്തെ വളരെ ഗൗരവമായി എടുത്ത് ഇപ്പോഴും മരണസമയത്തും ഒരുക്കമുള്ളവരായി ജീവിക്കുവാനായിട്ടുള്ള വിളിയാണ് ക്രിസ്തീയ വിശ്വാസ ജീവിതം. ഈ ദിനത്തിൽ പ്രിയമുള്ളവരെ, ലോകം എപ്പോൾ അവസാനിക്കും എന്നതല്ല, എൻ്റെ ലോകം എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാമെന്നുള്ളൊരു അവബോധമാണ് വേണ്ടത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എനിക്കറിയാവുന്ന ഒരു സഹോദരൻ ജോയി, അദ്ദേഹം നല്ല ആരോഗ്യവും ചുറുചുറുക്കമുള്ള മനുഷ്യനാണ്. അദ്ദേഹം കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തിൽ നിന്ന് ഒരുപക്ഷെ ദൈവീയ കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ ഒരു ജീവിതം നയിച്ചിട്ടുണ്ടാകാം. എന്നാൽ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ, ദൈവവചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇടവകയിൽ വലിയൊരു പെരുന്നാൾ നടക്കുക, അനേകം സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വലിയൊരു ആഘോഷമാണ്. പ്രിയമുള്ളവരെ, ആ തിരുനാൾ കമ്മിറ്റിയിൽ ഒരു വോളണ്ടിയറായിട്ട് ഈ ജോയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ജോയി അവിടെ ശനിയാഴ്ച റാസായും ആ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു. വളരെ വൈകിയാണ് ഈ പ്രദക്ഷിണവും റാസായൊക്കെ തീർന്നത്. അപ്പോൾ ആ പ്രദക്ഷിണം പോകുന്ന സമയത്തൊക്കെ ജോയി അവിടെയുള്ള എല്ലാവരും പ്രാർത്ഥിക്കും. ജപമാല പ്രാർത്ഥനയാണ് ഉരുവിട്ടുകൊണ്ട് പോകുന്നത്. എല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പോവുകയാണ്. പലവട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഒരിക്കൽ പോലും ജോയി വിചാരിച്ചു കാണൂല എപ്പോഴാണ് ഈ ലോകം അവസാനിക്കുന്നത്, തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നത്. അതൊന്നും ഗൗരവമായിട്ട് എടുത്തിട്ടില്ലായിരിക്കാം. എങ്കിലും ഈ പ്രാർത്ഥന ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കുചേർന്നു. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരോടും ഹായ് പറഞ്ഞു, കുറച്ച് തമാശകളും പൊട്ടിച്ചിരിയൊക്കെ പറഞ്ഞു. അടുത്ത ദിവസം തിരുനാളാണ്. ആ പെരുന്നാളിന് വളരെ ആഘോഷത്തോടെ പങ്കുചേരണം. വോളണ്ടിയറാണ്. ബാഡ്ജെല്ലാം കുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായിട്ട് നിൽക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് പലതും സ്വപ്നം കണ്ട് ജോയി രാത്രി ഉറങ്ങി. എന്നാൽ പ്രഭാതത്തിൽ 5 മണിയോടുകൂടി
ഒരു ഹാർട്ട് അറ്റാക്കിലൂടെ ജോയിയുടെ ഈ ലോകം അവസാനിച്ചു. ഈ ലോക ജീവിതം അവസാനിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവം വളരെ എല്ലാവർക്കും ഷോക്കായി. കാരണം ഒരിക്കലും കരുതിയില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ. എന്നാൽ ദൈവം ജോയിയെ ഒരുക്കുകയായിരുന്നുവെന്ന് ജോയിയുടെ ജീവിതം കാണുമ്പോൾ അറിയാൻ പറ്റും. കാരണം മാതാവിനോട് ഭക്തിയുള്ളവനായി മാറി കൂടുതൽ ജപമാല ചൊല്ലുന്ന അവസ്ഥയിലായി ഒരുക്കത്തോടുകൂടി ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ആ പ്രദക്ഷിണമൊക്കെ പങ്കെടുത്തിട്ട് എത്ര പ്രാവശ്യം ഈ പ്രാർത്ഥന ആവർത്തിച്ചെന്ന് അറിയില്ല. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആ പ്രാർത്ഥനയുടെ അഭിഷേകം ഈ മകന് തീർച്ചയായും കിട്ടുമെന്ന് അതിന് സംശയമില്ല. കാരണം ഒരുക്കത്തോടെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ ലോകം അവസാനിക്കുന്നു എന്നതിനേക്കാളുപരി തൻ്റെ ലോകം എപ്പോൾ അവസാനിച്ചു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഈ സംഭവത്തിലൂടെ. ഇന്ന് മനുഷ്യൻ ഇന്ന് ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ആകുലപ്പെടുകയാണ്. എപ്പോഴാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്? എപ്പോഴാണ് സുനാമി ഉണ്ടാകാൻ പോകുന്നത്? എപ്പോഴാണ് ഭൂമി കുലുക്കം ഉണ്ടായി എല്ലാവരും തീരാൻ പോകുന്നത്? അല്ല, എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം. നമ്മുടെ ലോകം, ഈ ലോകം ജീവിതം ഏതു നിമിഷവും മാറ്റപ്പെടാവുന്നതാണെന്ന് തിരിച്ചറിയണം. ഇവിടെയാണ് ഈ വചനം വളരെ ജാഗരൂകതയോടെ ജീവിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നോഹയുടെ കാലഘട്ടത്തിലും നോഹ പേടകം ഉണ്ടാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പ്രേരണയനുസരിച്ച് ദൈവം കൊടുത്ത ആ ബോധ്യങ്ങളനുസരിച്ച് പേടകം പണി ആരംഭിച്ചപ്പോൾ എല്ലാവരും കളിയാക്കി. കാരണം ഇപ്പോൾ അത് സംഭവിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ കാരണം നല്ല വേനൽക്കാലമാണ്, മഴയില്ലാത്ത ഒരു സമയത്ത് ഈ പേടകം കെട്ടിയിട്ട് ഇവൻ എന്തിനാണ് വട്ടുത്തനം കാണിക്കുകയാണ്, പൊട്ടത്തനമല്ലേ എന്ന് എല്ലാവരും കളിയാക്കി. പക്ഷേ ദൈവീകമായ രഹസ്യങ്ങൾ അത് തിരിച്ചറിഞ്ഞപ്പോൾ അതിന് യോഗ്യമായിട്ട് തീരുമാനമെടുത്ത് ജീവിച്ചപ്പോൾ നോഹ ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ ലോക ജീവിതം മാറ്റപ്പെടാൻ സാധ്യതയുള്ള ജീവിതമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോടും പല തലങ്ങളിലൂടെ സംസാരിക്കുന്നുണ്ട്. ഒരുക്കമുള്ളവരാവുക, പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുക, നല്ല കുമ്പസാരം നടത്തി വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുക. എങ്കിൽ ഈ ലോകം അവസാനിച്ചാലും അവസാനിക്കാത്ത ഒരു ലോകത്തിലേക്ക് നീ മാറ്റപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഇതിന് നമ്മെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മയുമായിട്ടുള്ള നിരന്തര സംസർഗമാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു നിരന്തരമായ ഒരു ധ്യാനം അനുദിന ജീവിതത്തിൽ ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഒരുക്കമുള്ളവരായിട്ട് മാറാം. മറിയം നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നമുക്കൊരു ശക്തിയും കരുത്ത് നൽകുന്ന ഒരു സാന്നിധ്യമാണ്. ഈ അടുത്ത കാലങ്ങളിൽ നടന്ന ഈ ഓഖി കൊടുങ്കാറ്റിൽ ഈ കടലിൽ ഒഴുകി നടന്ന അവസാനം രക്ഷപ്രാപിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവം അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. കാരണം ഇനി പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. തൻ്റെ ഈ ശരീരമെങ്കിലും ബന്ധുക്കൾക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ ശരീരമെല്ലാം തളർന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം പോയ ആ മരം, കടലിലെ ആ മരത്തിൽ അദ്ദേഹം ആ റോപ്പ് എടുത്തിട്ട് ഒരു കൈ ആ മരത്തിൽ കെട്ടി, മറ്റൊരു കൈ എടുത്തിട്ട് അദ്ദേഹം കൊണ്ടുപോയ ആ കന്നാസിലും കെട്ടിയിട്ടു. എന്നിട്ട് അദ്ദേഹം കിടന്നിട്ട് ആ വെള്ളത്തിൽ കടലിൽ കിടന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, മാതാവേ രക്ഷിക്കണേ, എൻ്റെ മാതാവേ രക്ഷിക്കണേ, ഈശോയെ മാതാവേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ പ്രാർത്ഥന ചൊല്ലി അദ്ദേഹം ഇങ്ങനെ ശാന്തമായിട്ട് അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ട് തൻ്റെ ജീവിതം സമർപ്പിച്ചു. അദ്ദേഹം തിരിച്ചറിഞ്ഞു, കാരണം ഇനി ഈ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോകുകയാണ്. ഈ ലോകം തൻ്റെ ജീവിതം, ഈ ലോകത്തിലെ തൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. മരണത്തെ മുഖാമുഖം കണ്ട ഈ മനുഷ്യൻ തന്നെ പൂർണ്ണമായിട്ട് ഈശോയുടെ കരങ്ങളിൽ, മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ഈശോയെ രക്ഷിക്കണേ, മാതാവെ രക്ഷിക്കണേ എന്നുള്ള ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയോടെ അദ്ദേഹം അറിയില്ല, ബോധം അദ്ദേഹം നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, അത്ഭുതകരമായ രീതിയിൽ ഈ മനുഷ്യൻ തീരത്ത് അണഞ്ഞു. തീരത്തെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നാവികരും മറ്റുള്ളവരൊക്കെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം തൻ്റെ അനുഭവം പറയുന്നത് ഇപ്രകാരമാണ്. എല്ലാം അവസാനിച്ചു എന്നുള്ള അവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹം മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചു, എല്ലാം കൊടുത്തു. മാതാവിനോട് പറഞ്ഞു, മാതാവെ രക്ഷിക്കണേ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ ഈശോയുമായി വന്ന് രക്ഷിക്കുന്ന ഒരമ്മയാണെന്ന് തിരിച്ചറിയണം. ലോകം എന്തൊക്കെ സംഭവിച്ചോളട്ടെ, സുനാമി ഉണ്ടായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്ത് പേമാരി ഉണ്ടായിക്കൊള്ളട്ടെ, ഒരമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധവും ഒരു ബലവും ഉണ്ടെങ്കിൽ ഏത് സങ്കടക്കടലുകളെയും നമുക്ക് നീന്തി കടക്കാനായിട്ട് സാധിക്കും.
പരിശുദ്ധ മറിയം ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മയ്ക്ക് പറയാനായിട്ടുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ: മാനസാന്തരപ്പെടുക, പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക, വിശുദ്ധ കുർബാനയോടും കുമ്പസാര കൂദാശയോടും ചേർന്ന് ജീവിക്കുക. ഇത് കേൾക്കാൻ കഴിയാതെ, ഇത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ നമ്മൾ പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റാം, ഈ അസ്വസ്ഥതകളെ എങ്ങനെ അതിജീവിക്കാമെന്ന് ചിന്തിച്ച് പിശാചിന്ന് മനുഷ്യനെ വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അമ്മയെ നമ്മൾ ധ്യാനിക്കണം. ജീവിതത്തിലെ ഓരോ അവസ്ഥയിലും ഈ അമ്മ നമ്മുടെ കൂടെയുണ്ട്. സഭയുടെ ആരാധനാക്രമത്തിൽ എല്ലാ മാസവും ഈ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ മാസവും മാതാവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ജനുവരി മാസം 1-ാം തീയതി നമ്മൾ ദൈവമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കും. ഫെബ്രുവരി മാസം 11-ാം തീയതി ലൂർദിലെ മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കും. മാർച്ച് മാസം 25-ാം തീയതി മംഗളവാർത്തയുടെ തിരുനാൾ ആഘോഷിക്കും. ഏപ്രിൽ 26-ാം തീയതി സൽബുദ്ധിയുടെ മാതാവിൻ്റെ തിരുനാൾ ദിനം ആഘോഷിക്കും. മെയ് 13-ാം തീയതി ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കും. ജൂൺ 24-ാം തീയതി മാതാവിൻ്റെ വിമലഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നു. ജൂലൈ 16-ാം തീയതി കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഓഗസ്റ്റ് 15-ാം തീയതി സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നു. സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നു. അതുപോലെ ഒക്ടോബർ 7-ാം തീയതി പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. നവംബർ 21-ാം തീയതി മാതാവിൻ്റെ കാഴ്ച സമർപ്പണ തിരുനാൾ ആഘോഷിക്കുന്നു. ഡിസംബർ 8-ാം തീയതി അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇങ്ങനെ ഒരു വർഷത്തിലെ ഈ 12 മാസവും പ്രിയമുള്ളവരെ മാതാവുമായി ഐക്യപ്പെട്ട് ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. അമ്മയെ ധ്യാനിക്കുക, അമ്മയോടൊപ്പം ആയിരിക്കുക എങ്കിൽ നമുക്ക് ഈ ലോകത്തിലെ ഏത് പ്രതിസന്ധിയെയും കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധ മറിയം തന്നെയാണ്. അതുകൊണ്ടാണ് 10-ാം പിയൂസ് പാപ്പ പറയുന്നത്, ക്രിസ്തുവിനെ പറ്റി പഠിപ്പിക്കുവാൻ മറിയത്തേക്കാൾ ഒരു അധ്യാപികയില്ല. ക്രിസ്തുവിനെ പറ്റി പഠിപ്പിക്കുവാൻ നമുക്ക് സ്വർഗം നൽകിയ അധ്യാപികയാണ് പരിശുദ്ധ മറിയം. അപ്പോൾ അമ്മയിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതിന് ജപമാല രഹസ്യങ്ങൾ നമ്മെ സഹായിക്കും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുമായുള്ളൊരു ബന്ധം നമുക്ക് ആഴപ്പെടും. ഈശോയെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഈശോയുടെ അമ്മയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണമെന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നത്. പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കാൻ തുടങ്ങുക. പരിശുദ്ധ മറിയത്തോടൊപ്പം ഐക്യപ്പെടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നാം അറിയാതെ ഈശോയുമായി ബന്ധപ്പെടും. കാരണം മറിയത്തിൻ്റെ അരികിൽ വരുന്നവരെ മറിയം ഈശോയുടെ അരികിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിൽ 2679 പറയുന്ന ഇപ്രകാരമാണ്: തികവുറ്റ വിധം പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ മറിയം തിരുസഭയുടെ പ്രതിരൂപമാണ്. പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും രക്ഷിക്കുവാൻ സ്വപുത്രനെ അയക്കുന്ന നിത്യപിതാവിൻ്റെ പദ്ധതിയിൽ അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. നാം വത്സല ശിഷ്യൻ ചെയ്തതുപോലെ നാമും യേശുവിൻ്റെ അമ്മയും ജീവനുള്ളവരുടെ എല്ലാം അമ്മയായി തീർന്ന പരിശുദ്ധ മറിയത്തെ നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തികവുറ്റ ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ട് മറിയത്തോടൊപ്പം ചേർന്ന് ജപമാല ചൊല്ലുവാൻ. നമ്മൾ എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും ജപമാല കയ്യിലെടുത്ത് ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഈ അമ്മ നമ്മെ പരിപാലിക്കും. വിശുദ്ധിയുടെ വളർച്ചയിലേക്കുള്ള യഥാർത്ഥ പാതയാണ് ജപമാല. വിശ്വാസികൾ മറിയത്തെ കീർത്തിക്കുകയും വണങ്ങുകയും ചെയ്യുമ്പോൾ അമ്മ അവരെ സ്വപുത്രനിലേക്കും അവിടത്തെ ബലിയിലേക്കും നയിക്കും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുകയാണ്, വിശുദ്ധിയുടെ വളർച്ചയിലേക്കുള്ള യഥാർത്ഥ പാതയാണ് ജപമാല പ്രാർത്ഥന. വിശ്വാസികൾ മറിയത്തെ കീർത്തിക്കുകയും വണങ്ങുകയും ചെയ്യുമ്പോൾ അമ്മ അവരെ സ്വപുത്രനിലേക്ക് അവിടുത്തെ ബലിയിലേക്ക് നയിക്കും. കർത്താവിൻ്റെ ബലിയാണ് നമ്മളെ രക്ഷിക്കുന്നത്. സകലരെയും രക്ഷിക്കുന്നത് കർത്താവിൻ്റെ കാൽവരി ബലിയാണ്. ഈ കാൽവരി ബലിയിലേക്ക് പരിശുദ്ധ മറിയം നമ്മെ എത്തിക്കണമെങ്കിൽ മുടങ്ങാതെ ജപമാല ചൊല്ലണം. മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തി അവൻ അറിയാതെ വിശുദ്ധ കുർബാനയിലേക്ക് എത്തിച്ചേരും. വിശുദ്ധ കുർബാനയോട് ഐക്യപ്പെട്ട് ജീവിക്കും. ജപമാല പ്രാർത്ഥനകൾ കുറച്ച് വന്ന് ജപമാല പ്രാർത്ഥനകൾ നഷ്ടപ്പെടുമ്പോൾ അവനറിയാതെ വിശുദ്ധ കുർബാനയിൽ നിന്നും അവൻ അകറ്റപ്പെട്ടിരിക്കും. ആധുനിക ലോകത്തിലെ സകല തിന്മകൾക്കെതിരെ പടപെരുതുവാനായിട്ടുള്ള ദിവ്യ ആയുധമാണ് ജപമാല എന്നാണ് പിയൂസ് പാപ്പ പറയുന്നത്. പ്രിയമുള്ളവരെ,
ദൈവം മോശയ്ക്ക് നൽകിയ ഉടമ്പടി പത്രിക സൂക്ഷിച്ച് വയ്ക്കുവാൻ ഉണ്ടാക്കപ്പെട്ട വാഗ്ദാന പേടകം പോലെ സകല നിയമത്തിൻ്റെയും പൂർത്തീകരണമായ ക്രിസ്തുവിനെ വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയാണ് നമ്മൾ സ്നേഹിക്കുന്ന പരിശുദ്ധ മറിയം. അപ്പോൾ ഈ അമ്മയോട് ഐക്യപ്പെട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. ദൈവം ഈ കാലഘട്ടത്തെ രൂപപ്പെടുത്തുവാനായിട്ട് മറിയത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് കണ്ണുനീര് വരുന്നു, തേൻ കടന്നു വരുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ മറിയം ഈ കാലഘട്ടത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ മറിയം പ്രത്യക്ഷപ്പെട്ടോ അവിടെയൊക്കെ മറിയം പറയുന്നത് മാനസാന്തരപ്പെടുക, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക. ഈശോയുടെ ഒന്നാമത്തെ വരവിൽ ഈശോ ചെയ്ത ആ ശുശ്രൂഷ മറിയം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഒരുക്കുകയാണ്. കാരണം ഈശോ ഈ ഭൂമിയിൽ കടന്നു വന്നിട്ട് ഈശോ ചെയ്ത ശുശ്രൂഷ മാനസാന്തരപ്പെടാനായിട്ട് ഈശോ പറഞ്ഞു. അവൻ കാൽവരി ബലിയിൽ അത് പൂർത്തീകരിച്ചു. ഇനി അവൻ്റെ വരവ് അത് വിധിയുടെ വരവാണ്. കാരണം സകല ആധിപത്യങ്ങളോടുകൂടി അവൻ സ്വർഗത്തിലെ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരും ലോകത്തെ വിധിക്കുവാൻ. ഈ വിധിയിൽ തകർക്കപ്പെടാതിരിക്കണമെങ്കിൽ, ഈ വിധിയിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മളെ സ്വർഗം ഒരുക്കുകയാണ് മാതാവിലൂടെ. അനുതപിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, പ്രാർത്ഥിക്കുക, വിശുദ്ധ കുർബാനയോടും കുമ്പസാര കൂദാശയോടും ചേർന്ന് സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുക. പ്രിയമുള്ളവരെ, ജപമാല പ്രാർത്ഥന. പരിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പറുദീസ അടയ്ക്കപ്പെട്ട ആ പറുദീസയെ തുറന്നതാണ് പരിശുദ്ധ മറിയം. അടയ്ക്കപ്പെട്ട പറുദീസയുടെ ഓടാമ്പലുകൾ മറിയത്തിൻ്റെ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മാലാഖയുടെ മുമ്പിൽ ദൈവിക പദ്ധതിക്കായിട്ട് മറിയം സമർപ്പണം ചെയ്തപ്പോൾ അടച്ചിരുന്ന പറുദീസയുടെ ഓടാമ്പലുകൾ മറിയത്തിലൂടെ തുറക്കപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൈശാചിക തിന്മകളെ തകർക്കുവാനും സ്വർഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാനും ദൈവം നമുക്ക് നൽകിയ അമ്മയാണ് പരിശുദ്ധ മറിയം. ഈ അമ്മയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ, ജപമാല ചൊല്ലുവാൻ നമുക്ക് സാധിക്കണം. ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ പറയുന്നത്, ക്രിസ്തുവിനെ രൂപീകരിച്ച പരിശുദ്ധ കന്യകയേക്കാൾ ഒരു ക്രിസ്ത്യാനിയെ രൂപീകരിക്കാൻ യോഗ്യതയായവൾ വേറെ ആരുണ്ട്? ഒരുവൻ ക്രിസ്തുവിന് ചേർന്ന വ്യക്തിത്വത്തിന് രൂപപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ മറിയത്തിൻ്റെ കരങ്ങളിലാണ് പിടിക്കേണ്ടത്. കാരണം ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ രൂപപ്പെടുവാൻ സ്വർഗം ഉപയോഗിച്ചത് പരിശുദ്ധ മറിയത്തെയാണ്. അപ്പോൾ അമ്മയോടൊപ്പം ആ അമ്മയെ തന്നെയാണ് കർത്താവായ ഈശോ കാൽവരിയുടെ കുരിശിൻ ചുവട്ടിൽ വെച്ച് തനിക്ക് വേണ്ടി ഈ ലോകത്തിലെ അമ്മയെ, തൻ്റെ അമ്മയെ സകലർക്കും അമ്മയായി നൽകിയത്. രക്ഷാകര രഹസ്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഈശോ ലോകത്തിന് നൽകിയ 2 സമ്മാനങ്ങളിൽ ഒന്ന് പരിശുദ്ധ മറിയമാണ്, മറ്റൊന്ന് അവൻ്റെ തിരുശരീര രക്തങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന വിശുദ്ധ കുർബാനയും. അപ്പോൾ ഈ 2 നന്മകളെ നമ്മൾ സ്നേഹിക്കുവാൻ, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കണം. അബദ്ധ മാർഗത്തിൽ ചരിക്കുന്നവരെ തിരിച്ചറിയുവാനുള്ള മാർഗം അവരുടെ മറിയത്തോടുള്ള വെറുപ്പും നിസ്സംഗതയുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അബദ്ധമാർഗത്തിൽ ആരെങ്കിലും ചരിക്കുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയണമെങ്കിൽ അവർക്ക് മാതാവിനോടുള്ള ബന്ധം എപ്രകാരമുള്ളതെന്ന് തിരിച്ചറിയാൽ മതി. മാതാവിനെക്കുറിച്ച് വഴി പറയുകയും കുറ്റപ്പെടുത്തുകയും ജപമാല വേണ്ട, അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മാതാവിനെ ഒന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല, ജപമാല പ്രാർത്ഥനകളൊന്നും ആവശ്യമില്ല, ഇതൊക്കെ പാഴ്വേലയാണ് എന്ന് ആരെങ്കിലും നിലപാടുകൾ എടുക്കുമ്പോൾ ഓർത്തുകൊള്ളണം, അവർ അബദ്ധ മാർഗത്തിൽ ചരിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മറിയത്തെ പ്രകീർത്തിച്ച് എലിസബത്തിനെ പോലെ പ്രകീർത്തിക്കുന്നവരായിട്ട് മാറാനായിട്ട് സാധിക്കണം. കാരണം സ്വർഗം പോലും മാതാവിനെ പ്രകീർത്തിച്ചതാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ മറിയത്തെ പ്രകീർത്തിച്ച പരിശുദ്ധ എലിസബത്തിനെ പോലെ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ മറിയത്തെ പ്രകീർത്തിക്കുന്നു. സാത്താനാൽ വഞ്ചിക്കപ്പെട്ട ആ മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ പരിശുദ്ധ മറിയം നമ്മുടെ കൂടെയുണ്ട്. സാത്താനാൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യരെ രക്ഷിക്കുവാൻ മറിയം നമ്മളോടൊപ്പം അധ്വാനിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. വിശുദ്ധ ബെർണാഡ് പറയുന്നുണ്ട്, മറിയം താങ്ങുമ്പോൾ നീ വീഴുകയില്ല, അവൾ സംരക്ഷിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട, അവൾ നയിക്കുമ്പോൾ നീ ക്ഷീണിക്കുകയില്ല, അവൾ അനുകൂലമായിരിക്കുമ്പോൾ നീ നിത്യ സൗഭാഗ്യത്തിൻ്റെ തുറമുഖത്താണ് ചെന്നെത്തുക. പ്രിയമുള്ളവരെ,
ലോകത്തിൽ എന്തും സംഭവിച്ചു കൊള്ളട്ടെ. എപ്പോൾ വേണമെങ്കിലും സുനാമിയും ഭൂചലനവും ഈ കടലിൽ നിന്നുള്ള ഇതൊക്കെ സംഭവിക്കാം. ഇന്ന് പലരും അസ്വസ്ഥരാണ്. പലരും ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്, അച്ഛാ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, എന്താണ് ചെയ്യേണ്ടത്? ഒന്നും നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് വിശ്വസ്തത പുലർത്തുക. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് എന്തിന് ഭയം വേണം, എന്തിന് ആകുലത വേണം, എന്തിന് ഉത്കണ്ഠ വേണം? ആകുലതയും ഉത്കണ്ഠയും അകറ്റുവാൻ സഹായിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴും നമ്മെ നയിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ശക്തിയുള്ളൊരു പ്രാർത്ഥന പരിശുദ്ധ ജപമാല പ്രാർത്ഥനയാണ്. കാരണം ഈ ഭൂമിയിൽ ഈ രാജ്യം മാറ്റപ്പെടും, ഈ ലോകം കടന്നു പോകും, ഈ ലോകം അവസാനിക്കും ഏതു സമയവും. പക്ഷേ ഈ ലോകം അവസാനിച്ചാലും അവസാനിക്കാത്ത ഒരു ലോകത്തിലേക്ക് നമ്മെ കൈപിടിച്ച് കയറ്റുവാൻ മറിയം കൂടെ ഉണ്ടാകണമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ജപമാല പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കണം. എല്ലാ ദിവസവും ജപമാല പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കണം. ജപമാല എടുത്ത് കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യുമ്പോഴും വാഹനത്തിലായിരിക്കുമ്പോഴും ഒക്കെ മാതാവിനോടൊപ്പം ഈശോയെ ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു അനുഗ്രഹമായിട്ട് മാറും. ഓഖി കൊടുങ്കാറ്റിൽ കടലിൽ അകപ്പെട്ട അനേകർ, രക്ഷപ്പെട്ട അനേകർ തിരിച്ചു വന്നിട്ട് അവർ പറയുന്നത്, മാതാവ് രക്ഷിച്ചു, ഈശോ ഞങ്ങളെ രക്ഷിച്ചു. മരണത്തെ മുഖാമുഖം കണ്ടവർ അവർ പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഗൗരവമായി എടുക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നാശം സംഭവിക്കാം. മരണം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഈ മരണത്തെ അതിജീവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറിയത്തെ കരങ്ങളിൽ പിടിക്കുക. മറിയത്തിൻ്റെ കരങ്ങളിൽ പിടിച്ച് ജപമാല ചൊല്ലി വിശുദ്ധ കുർബാനയോട് ഐക്യപ്പെട്ട് ജീവിച്ചാൽ എന്ത് സംഭവിച്ചാലും നമ്മൾ ഭയപ്പെടുകയോ പരിഭ്രാന്തരായി മാറുകയോ ചെയ്യുകയില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ദൈവം നമുക്ക് നൽകിയ ഈ അമ്മയോടൊപ്പം ഓരോ നിമിഷവും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. ഓരോ മാസവും അമ്മയോടൊപ്പം നമ്മൾ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ച് തിരുനാളുകൾ ആഘോഷിക്കുകയും ജപമാല പ്രാർത്ഥനകൾ ചൊല്ലുകയും എന്നിട്ടും നമ്മുടെ ഉള്ളിൽ മരിക്കാൻ ഭയമാണെങ്കിൽ, ഈ ലോകം വിട്ടു പോകാൻ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ചൊല്ലിയ പ്രാർത്ഥനകൾക്ക് ബലമില്ല. ചിലരൊക്കെ പറയാറുണ്ട്, പ്രശ്നങ്ങളും ഈ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് ആ സമൂഹങ്ങളിൽ നിൽക്കുന്നവർ പറയും, അച്ഛാ ഞങ്ങൾക്കൊരു പേടിയുമില്ല, ഒരു ഭയവുമില്ല, എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊരു ഭയമില്ല. കാരണം പരിശുദ്ധ മറിയത്തോടൊപ്പം ഞങ്ങൾ ജപമാല ചൊല്ലുന്നത് കൊണ്ട് ഉള്ളിലൊരു ബലമുണ്ട്, ഉള്ളിലൊരു ഭയം, ആ ഭയമൊന്നും ഞങ്ങൾക്കില്ല, മറ്റുള്ളവർക്കുള്ള ഭയങ്ങളൊന്നും ഞങ്ങൾക്കില്ല. എപ്പോൾ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊരു ഭയമില്ല. കാരണം ഈ ലോകം നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാത്തൊരു ലോകത്തിലേക്ക് നമ്മെ നയിക്കുവാൻ ഒരമ്മയുണ്ട്. ഇപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമോ? സ്വർഗത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. മറിയം നമ്മെ ക്രിസ്തുവിൻ്റെ കൂടെ ഐക്യത്തിലെത്തും. ക്രിസ്തു വാഗ്ദാനം ചെയ്ത നിത്യജീവിതത്തിലെ ആ തുറമുഖത്തിലേക്ക് മറിയം നമ്മെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഈ ദിനത്തിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നതോടൊപ്പം എന്തൊക്കെ ചുറ്റുപാടുകളുണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും പേമാരി ഉണ്ടായാലും നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും മാതാവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈശോ പഠിപ്പിച്ചത് തന്നെ മറിയം ആവർത്തിക്കുന്നു. ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ മറിയം പ്രത്യക്ഷപ്പെട്ട് പഠിപ്പിക്കുകയാണ്. ഫാത്തിമയിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് മാതാവ് പറഞ്ഞില്ലേ, കാരണം നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ആ പ്രാർത്ഥന മറിയം പഠിപ്പിക്കുമ്പോൾ സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ഈശോ പറഞ്ഞത് മറിയം ആവർത്തിക്കുകയാണ്. മറിയം എവിടെയൊക്കെ പ്രബോധനങ്ങൾ നൽകുന്നുണ്ടോ, മറിയം എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ഈശോ പറഞ്ഞ കാര്യങ്ങളാണ് മറിയത്തിനും പറയാനുള്ളത്. നമുക്ക് സുവിശേഷത്തിലേക്ക് തിരിയാം, വചനത്തിലേക്ക് തിരിയാം, വചനം പറയുന്നതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം, പ്രാർത്ഥിച്ചൊരുങ്ങുന്നവരാകാം. പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ലോകമെടുക്കുന്ന സെക്യൂരിറ്റിയും ലോകമെടുക്കുന്ന നിലപാടുകളുമല്ല ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത്. ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത് വചനം തരുന്ന ബലവും വചനത്തിലൂടെ ലഭിക്കുന്ന ഉൾക്കാഴ്ച വെച്ചുള്ള നിലപാടുകളുമാണ്. വചനം പറയുകയാണ്, നീ പാപം ഉപേക്ഷിക്കണം, തിന്മ ഉപേക്ഷിക്കണം, വിശുദ്ധമായ ജീവിതം നയിക്കണം, നല്ല കുമ്പസാരം നയിക്കണം, വിശുദ്ധ കുർബാനയോട് ഐക്യപ്പെട്ട് ജീവിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഇതൊന്നും ചെയ്യാതെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ലോകത്തിൻ്റെ വഴിയിലൂടെ ഈ പ്രശ്നങ്ങളെ മാറ്റാൻ ഓടിക്കഴിഞ്ഞാൽ
നമുക്ക് നിത്യമായ നാശം ഉണ്ടാകും. നിത്യമായ തകർച്ച നമ്മളിൽ അടിമപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ചുറ്റുപാടുകളിൽ ഇന്ന് അനേകർ അസ്വസ്ഥരായിട്ട് പ്രാർത്ഥനയില്ലാതെ, ദൈവചിന്തയില്ലാതെ, മരണത്തെക്കുറിച്ച് ധ്യാനിക്കാതെ, ജപമാല പ്രാർത്ഥനകളില്ലാതെ ഈ പ്രശ്നങ്ങളെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ബുദ്ധിയുടെ തലത്തിൽ ചിന്തിക്കുന്നവരെ കാണാൻ പറ്റും. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ലോകത്തിലെ സംവിധാനങ്ങൾ കൊണ്ടും ഈ ലോകത്തെ കെട്ടിപ്പൊക്കുവാനും ഈ ലോകത്തെ സംരക്ഷിക്കുവാനും മനുഷ്യൻ ശ്രമിച്ചാൽ പ്രിയമുള്ളവരെ അത് വലിയൊരു പാഴ്വേലയായിട്ട് മാറും. കാരണം ലോകത്തെ സംരക്ഷിക്കണം, ശരി തന്നെയാണ്. കാരണം ലോകത്തിന് വേണ്ടിയല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്. കാരണം ഈ ലോകം ഇല്ലാതാക്കപ്പെടുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പത്രോസ് ലീഹ പറയുന്ന, ആദ്യത്തെ മെത്രാനായ പത്രോസ് പറയുന്നത് എന്താണ്? ലോകത്തിലെ മൂലപദാർത്ഥങ്ങളെല്ലാം കത്തിച്ചാമ്പലാകും. മൂലപദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ച ലോകം, സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളുമൊക്കെ കത്തിച്ചാമ്പലാകപ്പെടുമെന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ അതൊന്നും വളരെ ഗൗരവമായി എടുക്കാതെ ഈ ലോകം മാറ്റപ്പെടുമെന്നുള്ള തിരിച്ചറിവോടെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ലോകത്തിന് വേണ്ടി അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതം നയിക്കാതെ നമ്മൾ ലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ചാൽ നമ്മൾ ചൊല്ലുന്ന ജപമാലകൾ ശരിയായ ജപമാല പ്രാർത്ഥനയല്ല. മറിയത്തോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അതൊരു വെറും വാചിക പ്രാർത്ഥനയാകാതെ ജീവിതം കൊണ്ടുള്ളൊരു പ്രാർത്ഥനയാക്കി മാറ്റാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്കൊന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ചുറ്റുപാടുകൾ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആകുലതകളും ഉത്കണ്ഠകളും വർദ്ധിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തോടൊപ്പം ജപമാല പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ കടന്നു നീങ്ങുവാൻ, ആ വിശ്വാസത്തിൻ്റെ ബലം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് നിത്യരക്ഷയിൽ പങ്കുചേരുവാൻ, നിത്യജീവിതത്തിൽ പങ്കുകാരാകുവാൻ ഞങ്ങൾക്കും ഇട നൽകണമേ. ഈ ഭൂമിയിലെ നൈമിഷികമായ ജീവിതത്തെ സ്വർഗോന്മുഖമാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചവും മാതാവിൻ്റെ സഹായവും ഞങ്ങൾക്കിടെ ലഭിക്കുവാൻ ദൈവമേ കൃപയുണ്ടാകണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.